ഇതൊരു ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. ഇതുകൊണ്ട് നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് ലേഡീസിൻ്റെ ഷർട്ട് തയ്ക്കാൻ പോകണം. അതിന് ഫസ്റ്റ് നമ്മൾ അത് ഫോൾഡ് ചെയ്തിട്ടിട്ട് ഈ നല്ല ഭാഗം വരുന്ന അത് ഒരു ഇഞ്ച് വീതി എടുത്തിട്ട് മടക്കി അകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഷർട്ടിൻ്റെ ബട്ടൺ ഹോളും ബട്ടൺസൊക്കെ വെക്കുന്ന ഭാഗം തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് മടക്കി പിൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങോട്ട് എടുത്തേക്കുന്ന ഒരു 11 ഇഞ്ചാണ് വണ്ണം എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നീളം എടുത്തിരിക്കുന്നത് 22.5 എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ 1.5 ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ കൂട്ടിയിട്ടിരിക്കുന്നത്. 1 ഇഞ്ച് മടക്കി അടിക്കാനും 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ. എന്നിട്ട് നമ്മൾ ഷോൾഡർ ഇവിടെ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് താഴോട്ട് 8.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ഫ്ലോപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. പിന്നെ 1.5 ഇഞ്ചാണ് നമ്മൾ കൈക്കുഴിയുടെ ഇതെടുത്തിരിക്കുന്നത്. അത് കർവ് ചെയ്ത് നമ്മൾ ആ 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി നമ്മളിവിടെ കട്ട് ചെയ്യാൻ പോവാം. നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ കുറച്ച് എക്സ്ട്രാ ഉണ്ടാകുന്നത് നമ്മൾ കട്ട് ചെയ്തതാണ്. വരച്ച ലൈനിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ബാക്ക് പീസാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്ത് നമ്മൾ ബാക്കിലുള്ള ബാലൻസ് തുണിയുടെ മുകളിലോട്ട് വെച്ചിട്ട് ഇനി ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ. ഇതിൽ ബാക്ക് കഴുത്ത് കട്ട് ചെയ്യാൻ പോകുന്നു. നമ്മളിവിടെ കാൽത്തകലം എടുക്കുന്നത് 3 ഇഞ്ചാണ്. താഴോട്ട് ഇറക്കം ഒരു 3/4 ഇഞ്ച് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു കർവ് പോലെ വരയ്ക്കുക. കട്ട് ചെയ്തെടുത്തു. ഇനി നെക്സ്റ്റ് നമ്മൾ അതുപോലെ ഫ്രണ്ട് പീസിൻ്റെ കഴുത്ത് കട്ട് ചെയ്യണം. നേരെ കിട്ടണം. കട്ട് ചെയ്യുന്നതിന് ഇതും അതുപോലെ തന്നെ കഴുത്തകലം 3 ഇഞ്ച് ഇട്ട് ഇറക്കം ഒരു 2.5 ഇഞ്ച് ഇറക്കമിട്ട് കരുത്തി വെച്ചിട്ട് ഒരു കർവ് പോലെ വരച്ച് ജോയിൻ ചെയ്ത് കുട്ടിയെടുക്കുക. ഇതിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടാണ് ഇത് ഫോൾഡ് ചെയ്യേണ്ട ഭാഗമാണ്. നെക്സ്റ്റ് സ്ലീവ് കട്ട് ചെയ്യുന്നതിന് 21 ഇഞ്ച് ഇറക്കം എടുത്തിട്ട് സൈഡിലോട്ട് 6 ഇഞ്ച് എടുത്ത് മുകളിൽ 9.5 ഇഞ്ച് എടുത്ത് മുകളിൽ നിന്ന് കർവ് ചെയ്ത് നമ്മൾ 3 ഇഞ്ച് ഇറക്കി താഴോട്ട് കർവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. സ്ലീവിൻ്റെ താഴത്തെ എൻഡിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്ത് മുകളിലോട്ട് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് നമ്മൾ 2 പീസ് എടുത്ത് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതുപോലെ 2 ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതെങ്ങനെ കട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സ്ലീവിൻ്റെ അതിൻ്റെ ഭാഗം കട്ട് ചെയ്തില്ലേ അവിടെ വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ സ്ലീവിന് വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്യാൻ വെച്ചിരുന്ന ആ ക്രോസ് പീസ് എടുത്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് സ്ലീവിൻ്റെ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമ്മളിങ്ങനെ വെച്ചിട്ട് ഈ എൻഡിലോട്ട് ഇത് സ്റ്റിച്ച് കൊണ്ടുവന്ന് നിർത്തണം. നമ്മൾ തിരിച്ച് നേരെയാക്കി കൊടുത്ത്
ഈ എൻ്റെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ കോൺഭാഗത്തൊരു കട്ട് ഇട്ട് കൊടുക്കും. നമ്മൾ ഈ സ്ലീവിൻ്റെ ഈ എൻഡിൽ നിന്ന് ഇവിടോട്ടൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു 2 ഇഞ്ച് കൂടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടെ ഒരു ഞുറിവ് പോലെ ഇട്ടേക്കാം. ചെറിയൊരു ഞെരി. ഇതുപോലെ ചെയ്യണം. ഈ ഷർട്ടിൻ്റെ പടി നമ്മൾ മടക്കി എടുക്കുക. പോവാം. ഇത് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവാണ്. കോളർ വെക്കാൻ പോകുന്നു. അതിന് വേണ്ടി നമ്മൾ ഷോൾഡർ എല്ലാം ജോയിൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ എൻഡിൽ നിന്ന് ഈ എൻഡിലേക്ക് അളന്ന് നോക്കുമ്പോൾ 16.5 ഇഞ്ചാണ് വരുന്നത്. നമ്മളിവിടെ ഷർട്ടിന് കോളർ പടി വെക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് മാറ്റിയിട്ടിട്ട് വേണം. ഉള്ള ലെങ്താണ് നമ്മൾ കോളർ കട്ട് ചെയ്തെടുക്കണം. ഇന്ന് ഈ എൻഡ് വരുമ്പോൾ 15.5 ആണ് കോളറിന് മൊത്തം നമ്മൾ എടുക്കുന്നത്. കോളർ കട്ട് ചെയ്യാൻ പോകും. കോളർ കട്ട് ചെയ്യുന്നതിന് താഴോട്ടൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് വീതി നമ്മൾ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്തത് ഓൾറെഡി നേരത്തെ. ഇനി 2 ഇഞ്ച് അവിടെ താഴെ ഇപ്പുറത്തെ എൻഡിൽ മാർക്ക് ചെയ്ത് ഒരു ലൈൻ ഡ്രോ ചെയ്തു നമ്മൾ. ഇനി ഒരു 7.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് കൂടെ എക്സ്ട്രാ ഇട്ടിട്ട് മുകളിലൊരു 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് ആ ലൈനോടെ ജോയിൻ ചെയ്തു. നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് ആ ഭാഗത്തൂടെ കട്ട് ചെയ്ത് ലെവലായിട്ട് എടുക്കണം. കട്ട് ചെയ്ത കോളർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ കോളറിൻ്റെ അരികൊന്ന് ലെവലായിട്ട് കട്ട് ചെയ്ത് വിടുകയാണ്. ഈ കോളർ നമ്മൾ തിരിച്ചിട്ട് നമ്മൾ തേച്ചൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ജോയിൻ ചെയ്യാൻ പോവാണ്. അതിന് നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് മാറ്റിയിട്ടായിരുന്നു. ആ 1/2 ഇഞ്ച് മാറ്റിയിട്ടതിൻ്റെ അവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാം. ഇനി നമ്മളൊരു 17 ഇഞ്ച് വീതിക്കൊരു പടി വെട്ടിയെടുക്കുമോ. അതിന് നമ്മൾ 17 ഇഞ്ച് എന്ന് പറയുമ്പം 8.5 വരും. 8.5 ഹാഫ് ആക്കിയിട്ടേക്കാണ്. അതിൻ്റെ 8.5 അടയാളപ്പെടുത്തി. പിന്നെ ഒരു 2.5 ഇഞ്ച് വീതി.
2.5 ഇഞ്ച് വീതിയും 8.5 ഇഞ്ച് നീളം വരുന്ന ഒരു പടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മൾ കോളറിന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോളറിൽ അറ്റാച്ച് ചെയ്യാനുള്ള പടിയാണ്. നമ്മൾ കോളർ ഫിനിഷ് ചെയ്തു. ഈ എൻഡ് വരെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ 1/2 ഇഞ്ചും ഇവിടെ 1/2 ഇഞ്ചും വിട്ടിട്ടുണ്ട്. നമ്മളിതിനെ ഇവിടെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പട്ടി ജോയിൻ ചെയ്യാൻ പോകുന്നു. അതിന് നമ്മൾ ഈ എൻഡിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ 1/2 ഇഞ്ച് അകത്തോട്ട് മടക്കിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഈ എൻഡ് വെച്ചിട്ട് ഇതിന് മുകളിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ മൊത്തം വീതി 1.5 ഇഞ്ച് വരും. 1.5 ഇല്ല, 1.25 ഇഞ്ച്. മൊത്തം 2.5 ഇഞ്ചാണ് നമ്മൾ എടുത്തിരുന്നത്. 4 ഇഞ്ച് മണ്ണനെ അടിക്കാൻ. ഇത് തയ്ച്ചിട്ട് ഇതൊന്ന് പതിച്ചിങ്ങനെ ഒന്ന് തയ്ക്കണം. അങ്ങനെ ഇതിൻ്റെ ഫിനിഷിങ് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ താഴത്തെ പടി ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ സ്ലീവ് ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഷർട്ടിൻ്റെ ചെസ്റ്റ് 9.5 ഇഞ്ച് താഴെ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് വരയ്ക്കുക. ഈ എഡ്ജിൽ നിന്ന് ഇങ്ങനെ ഡ്രോ ചെയ്ത് കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ താഴത്തെ പടി കട്ട് ചെയ്യാൻ പോകണം. അതിന് നമ്മൾ ജസ്റ്റ് തുണി ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു 5 ഇഞ്ച് വീതിയും 5 ഇഞ്ച് നീളത്തിലാണ് നമ്മൾ തുണി കട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് 4.5 ഇഞ്ചാണ് കറക്റ്റ് വണ്ണം വേണ്ടത്. അതിന് ഒരു 1/2 ഇഞ്ച് കൂടെ എക്സ്ട്രാ ഇട്ടിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. മൊത്തം 2 ഇഞ്ച് വീതിയിലാണ് പടി. അതിന് നമ്മളൊരു 4 ഇഞ്ച് കൂടെ ഒരു ഇഞ്ച് കൂടെ എക്സ്ട്രാ ഇട്ടിട്ടാണ് നമ്മൾ വീതി മുകളിലോട്ട് എടുത്തത്. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ സെൻറ്ററിൽ കൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വേണം 2 പീസാക്കി എടുക്കണം. നമ്മൾ പടി സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അതിന് നമ്മളിതുപോലെ ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് ഈ എൻഡിൽ നിന്ന് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് എൻഡിൽ നിന്ന് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്ത് എല്ലാവർക്കും പോകുന്ന രീതി എല്ലാവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്ത് ഈ എൻഡ് വരെ കൊണ്ടുപോകാം. ഇനി നമ്മൾ താഴ്ഭാഗം എടുക്കുകയാണ്. ഇത് പ്രസ് ബട്ടൺ ആണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. പ്രസ് ബട്ടൺ അറ്റാച്ച് ചെയ്യാൻ ജസ്റ്റ് ഒരു ഹോളിട്ട് കൊടുത്ത് ഫസ്റ്റ്
ഇത് 3 ഇഞ്ച് അകലത്തിൽ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ബട്ടൺസ്. നമ്മളങ്ങനെ ബട്ടൺസ് എടുത്തിട്ട് ഞാനൊരു ഹോള് പോലെ ഉണ്ടാക്കി. ഇത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് വെക്കാം. നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. ഇതുപോലത്തെ മോർ വീഡിയോസിനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.